അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുണ്യ റബീന് സ്വാഗതം. ഏകദേശം 1450 വർഷങ്ങൾക്ക് മുമ്പ് അരാജകത്വവും അക്രമവും അനീതിയും എല്ലാം നിറഞ്ഞിരുന്ന ഇരുണ്ട യുഗത്തിന് സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും സത്യത്തിൻ്റെയും മാർഗത്തിലേക്ക് നയിക്കുന്നതിനു വേണ്ടി അള്ളാഹുവിൻ്റെ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമിന ബീവിയുടെയും അബ്ദുള്ള എന്നവരുടെയും മകനായി മണലാരണ്യത്തിൻ്റെയും ഈത്തപ്പനകളുടെയും നാടായ അള്ളാഹുവിനെ ആരാധിക്കുന്നതിനു വേണ്ടി ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ലോക മുസ്ലിങ്ങളുടെ പരിശുദ്ധ കഅബാലയം സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യയിലെ മക്ക എന്ന സ്ഥലത്ത് ഖുറൈശി ഗോത്രമായ ബനു ഹാസിം കുടുംബത്തിൽ ക്രിസ്തുവർഷം 571 റബീഉൽ അവ്വൽ 12 സുബിഹോടടുത്ത സമയം ജന്മം കൊള്ളുകയുണ്ടായി. തങ്ങൾ ജനിക്കുന്നതിന് 6 മാസം മുമ്പ് പിതാവ് അബ്ദുള്ള എന്നവർ മരണപ്പെട്ടിരുന്നു. പിതാവിൻ്റെ ഉപ്പയായ അബ്ദുൽ മുത്തലിബും അവരുടെ മരണശേഷം പിതാ സഹോദരനായ അബൂ താലിബുമാണ് നബിയെ വളർത്തിയത്. നബിക്ക് 6 വയസ്സുള്ളപ്പോൾ മാതാവ് ആമിന ബീവിയും മരണപ്പെടുകയുണ്ടായി. ആടുകളെ മേച്ചും കച്ചവടം നടത്തിയുമാണ് ജീവിതം നയിച്ചിരുന്നത്. നബിയുടെ സത്യസന്ധമായ ജീവിത ശൈലി കാരണം അൽ-അമീൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നബിക്ക് 25 വയസ്സായപ്പോൾ മഹദി ഖദീജ ബീവി എന്നവരെ വിവാഹം കഴിക്കുകയുണ്ടായി. നബിക്ക് 40 വയസ്സുള്ളപ്പോഴാണ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം തങ്ങളുടെ അടുത്ത് വരികയും താങ്കൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് അറിയിക്കുകയും ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ജനങ്ങളെ സന്മാർഗത്തിലേക്കും ഏകദൈവ വിശ്വാസത്തിലേക്കും ക്ഷണിക്കുകയുണ്ടായി. എന്നാൽ അത് അന്ന് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അവരുടെ ഉപദ്രവ കാരണം വളരെയധികം പ്രയാസം നേരിടേണ്ടി വന്ന നബി അവസാനം സ്വന്തം നാടായ മക്ക ഉപേക്ഷിച്ച് തങ്ങളുടെ സഹസഞ്ചാരിയായ അബൂബക്കർ റളിയല്ലാഹുവിനെയും കൂട്ടി മദീനയിലേക്ക് ഹിജ്റ പോവുകയുണ്ടായി. അതിനുശേഷം മക്ക വിജയത്തിന് ശേഷം മക്കയിൽ വന്ന മുത്തുനബി തിരിച്ച് മദീനയിലേക്ക് തന്നെ പോവുകയുണ്ടായി. തങ്ങളുടെ വഫാത്ത് വരെ അവിടെ തന്നെ ആയിരുന്നു ജീവിച്ചിരുന്നത്. തങ്ങളുടെ വഫാത്തിന് ശേഷം ഭൗതിക ശരീരം ആയിഷ ബീവിയുടെ വീടായ ഇന്നത്തെ മദീന മുനവറയിൽ മറവ് ചെയ്യുകയുണ്ടായി. മുത്തുനബിയുടെ റൗള സന്ദർശിക്കാനും തങ്ങളോട് സലാം പറയാനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. ലോക മുസ്ലിങ്ങളുടെ നേതാവായ മുസ്ലിം ഉമ്മത്ത് ഇന്നനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും കാരണദൂതനായ അള്ളാഹുവിൻ്റെ അവസാനത്തെ പ്രവാചകനായ മുത്തുനബിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിൽ തങ്ങളുടെ മേൽ ഒരുപാട് സലാത്തുകൾ വർദ്ധിപ്പിക്കാനും മൗലിദ് പാരായണം ചെയ്യാനും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യാനും മുത്തുനബിയുടെ ജീവിതശൈലി ജീവിതത്തിൽ കൊണ്ടു നടക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.